ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. എച്ച് ഓമോ, ഇതാ ആ മനുഷ്യൻ കർത്താവിനെ വിധിക്കുന്നതും കുരിശുമരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് യഹൂദർക്ക് വിട്ടുകൊടുക്കുന്ന ആ അങ്കണം ഇരുന്നിരുന്ന സ്ഥലം. വിധിയുടെ കപ്പേളയിൽ നിന്ന് പുറത്തിറങ്ങി വിയ ഡൊളോറോസയിലൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ മുകളിലായിട്ട് കാണാം ഹഡ്രിയാൻ നിർമ്മിച്ച ആർച്ച്. 135 ഹഡ്രിയാൻ ജെറുസലേം കീഴടക്കി പുതിയ ജെറുസലേം പണിതപ്പോൾ, ഏലിയ കപ്പിത്തൊളീന പണിതപ്പോൾ അതിൻ്റെ കിഴക്കേ പ്രവേശന കവാടമാണിത്. ഇതിൻ്റെ പ്രധാന ആർച്ചിൻ്റെ ഒരു ഭാഗമാണ് വഴിയിൽ കാണുന്നത്. ഇതിൻ്റെ വടക്കേ ആർച്ച് ദേവാലയത്തിൻ്റെ ഉള്ളിലാണ്. എച്ച് ഓമോ ദേവാലയത്തിൻ്റെ മധുബഹയാണ്. 1855 മരി അൽഫോൺസ് റാറ്റിസ്ബോൺ ഇവിടെ പലസ്തീന സന്ദർശിക്കാൻ വരുന്നു. ഇദ്ദേഹം ഒരു ജെസ്യൂട്ട് ഫാദർ ആയിരുന്നു. റോമിലെ സാന്താന്ത്രയ ദെല്ലെ ഫ്രാത്തെ എന്നുള്ള ദേവാലയത്തിൽ വെച്ച് അത്ഭുത മെഡലിൻ്റെ ദൃശ്യം ലഭിച്ച, മാതാവിൻ്റെ പ്രത്യക്ഷം ലഭിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. യഹൂദ മതത്തിൽ നിന്ന് ക്രൈസ്തവ മതം സ്വീകരിച്ചവൻ. ഇദ്ദേഹം പലസ്തീനായിൽ വന്ന് ഇവിടെയുള്ള യഹൂദരെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതിനായി തൻ്റെ സഹോദരനായിട്ടുള്ള ഫാദർ തെയഡോർ റാറ്റിസ്ബോണിനെ ഒരു പുതിയ കോൺഗ്രിഗേഷൻ ഉണ്ടാക്കാനായിട്ട് പ്രചോദിപ്പിക്കുന്നു. അവർ തുടങ്ങുന്ന കോൺഗ്രിഗേഷനാണ് സിയോൻ സിസ്റ്റേഴ്സിൻ്റെ കോൺഗ്രിഗേഷൻ. 1857 ഈ സ്ഥലം വാങ്ങുകയും പിന്നീട് ഈ സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റ് ഇവിടെ പണിയുന്നു. 64-68 കാലഘട്ടത്തിലാണ് ഈ ദേവാലയം പണിയുന്നത്. 1902 ഇത് മൈനർ ബസലിക്കയായിട്ട് ഉയരും. എച്ച് ഓമോ ദേവാലയം ഈ ഹഡ്രിയാൻ്റെ ആർച്ച് മധുബഹയാക്കിയിട്ടുള്ള ദേവാലയം. ഉള്ളിലേക്ക് കടന്നാൽ ഇടത് സൈഡിലാണ് ദേവാലയം. അവിടുന്ന് വീണ്ടും തുടർന്നാൽ നമ്മൾ എത്തുന്നത് ലിത്തോസ്ത്രോത്തോസ്, വിധിയുടെ കപ്പേളയുടെ ഏറ്റവും പിന്നിൽ തുടങ്ങിയ ആ അങ്കണം, പ്രത്തോറിയത്തിൻ്റെ പുറത്തുള്ള ചത്തുരം, അതിൻ്റെ മുഴുവൻ ഭാഗവും നമുക്ക് കാണുക ഈ എച്ച് ഓമോ ബസലിക്കയുടെ ഉള്ളിലാണ്. ഈ പഴയ റോമൻ കാലഘട്ടത്തിലുള്ള കല്ലുകൾ, ആ കല്ലുകളിൽ കുതിരകൾക്ക് പോകാൻ വേണ്ടി വരച്ചിട്ടിരിക്കുന്നത് എല്ലാം ദൃശ്യമാണ്. ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റെപ്പുകളാണ് ഹെലന രാജ്ഞി റോമിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് പിന്നീട് 1585 സിക്സ്തുസ് അഞ്ചാമൻ പാപ്പയാണ് തൻ്റെ പാപ്പാമാരുടെ പ്രൈവറ്റ് ചാപ്പലിൻ്റെ സാങ്ക്തോ സാങ്ക്തോറും അതിൻ്റെ മുമ്പിലുള്ള സ്റ്റെപ്പുകളായിട്ട് അതിനെ പ്രതിഷ്ഠിക്കുന്നത്. ഇതാണ് ഇന്ന് നമ്മൾ റോമിൽ പോകുമ്പോൾ കാണുന്ന വിശുദ്ധ പടികൾ, സ്കാല സാന്ത, ലാറ്ററാൻ ബസിലിക്കയോട് ചേർന്നുള്ളത്. ഇവിടെ ഈ കൽത്തളത്തിൽ പണ്ട് റോമാക്കാരുടെ എല്ലാ ഫോറങ്ങളിലും ഉണ്ടായിരുന്നത് പോലെ തന്നെയുള്ള കളികൾ വരച്ചിട്ടിരിക്കുന്നത് കാണാം. അതിലൊരു പ്രധാനപ്പെട്ട കളിയാണ് ഗെയിം ഓഫ് ദ കിങ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ രാജാവാക്കി ചിത്രീകരിക്കുകയും അവനെ കളിയാക്കുകയും അവസാനം വധിക്കുകയും ചെയ്യുന്ന ഒരു കളി. ഈ കളി നടന്നിരുന്ന, കർത്താവിനെ വധിക്കാനായിട്ട് വിധിക്കുന്ന രംഗം, അവിടെ കർത്താവിനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് ജനങ്ങൾ ആക്രോശിച്ച അതേ ചത്വരം അവിടെയാണ് നമ്മൾ നിൽക്കുക. ജോസഫുസ് ഫ്ലാവിയൂസ് പറയുന്ന താഴെയുള്ള മഴവെള്ള ശേഖരണികളുമൊക്കെ ഈ ദേവാലയത്തിൻ്റെ അടിപ്പള്ളിയുടെ താഴേക്ക് പോയാൽ നമുക്ക് കാണാം. അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞ ജനം, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും ആയിക്കൊള്ളട്ടെ എന്ന് ആക്രോശിച്ച ജനം അറിയാതെ വിളിച്ചു പറഞ്ഞത് നിരപരാധിക്കെതിരെയുള്ള വിധിയായിരുന്നു. രക്ഷകനെയാണ് അവർ തള്ളിപ്പറഞ്ഞത്. പാപത്തിൻ്റെ മരണത്തിലേക്ക് ഇനിയും തുടരാനുള്ള അതിയായ മോഹം. കർത്താവ് പറഞ്ഞത്, പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും പ്രകാശത്തേക്കാൾ അധികമായി ജനങ്ങൾ അന്ധകാരത്തെ സ്നേഹിച്ചു. അന്ധകാരത്തിൻ്റെ വഴികൾ, ഇരുട്ടിൻ്റെ വഴികൾ ഉപേക്ഷിച്ച് പ്രകാശത്തിലേക്ക് കടന്നു വരുവാനുള്ള വിളിയാണ് ഈ നോമ്പുകാലം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.